ഫോണൊന്ന് മാറ്റി വെച്ചില്ലേ, ഒരു മിനിറ്റ് നേരമെങ്കിലും അതിന്മേൽ ഇരുന്നിട്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? ഇങ്ങനെ വീട്ടിലുള്ളവർ നമ്മളോട് പറയാറില്ലേ, നമുക്കറിയാം അഡിക്ഷൻ എന്താണ് അഡിക്ഷൻ? ഒരു പരിധിക്കപ്പുറം ഒരു സാധനം അഥവാ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടെലിവിഷൻ പോലുള്ള ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോഴാണ് നാം അതിന് അഡിക്റ്റായി മാറുന്നത്. ഇത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഫോൺ അഡിക്ഷൻ പലരുടെയും ഒരു പ്രശ്നമാണ്. ഈ ഫോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. വെൽക്കം ടു ഓൾ. നമ്മൾ ഫോണിനോട് അഡിക്റ്റ് ആയി എന്ന് പറയുന്നത് ശരിക്കും ആ ഇൻസ്ട്രുമെന്റിനോടാണ് അഡിക്റ്റ് ആയിരിക്കുന്നത്? അല്ല, അതിലുള്ള ഒന്നോ അതിൽ അധികമോ ആപ്പുകളോടാണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകളോടാണ് നാം അഡിക്റ്റ് ആയിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രൊഡക്റ്റീവായ ആപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിനെ തുടർച്ചയാണല്ലോ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് നമുക്ക് ഉപകാരപ്രദമായതാക്കാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴാണ് ഫോൺ യൂസ് ചെയ്യാറുള്ളത്? നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. തിരക്കുള്ള സമയത്ത് നമ്മൾ ഫോൺ എടുക്കാറില്ലല്ലോ. നമ്മൾ നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കാനായി ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, മൊബൈൽ ഫോൺ അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. ഡ്രോയിങ്, റീഡിംഗ്, റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയാൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗുണകരമായ ടിപ്സ് കാണുന്നതിലൂടെ നമുക്ക് ഫോണിന്റെ അഡിക്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.